ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പ്രഭാഷകന്റെ പുസ്തകം 51 അധ്യായം 29 വാക്യം, നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ കരുണയിൽ ആഹ്ലാദം കൊള്ളട്ടെ. അഥവാ ദൈവത്തിന്റെ കരുണയിലല്ലാതെ നമ്മുടെ പ്രാപ്തിയിലോ നമ്മുടെ മേന്മയിലോ നമ്മുടെ കഴിവിലോ നമ്മിൽ ആർക്ക് ആഹ്ലാദിക്കാൻ പറ്റും? ആഹ്ലാദിച്ചു തുടങ്ങുമ്പോഴേ നമ്മുടെ കഴിവുകേടായി മാറും. ആനന്ദിച്ചു തുടങ്ങുമ്പോഴേ നമ്മുടെ പ്രാപ്തി നിസ്സാരതയായി മാറും. നമ്മൾ അഹങ്കരിച്ച് ആഹ്ലാദിച്ചു തുടങ്ങുമ്പോഴേ നമ്മുടെ സമ്പന്നത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പം നമുക്ക് സന്തോഷിക്കാൻ ഈ ഭൂമിയിൽ എന്നതാ ഉള്ളത്? ഒരു ചുക്കുമില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ നമ്മളെ കമ്പിളി പുതപ്പ് പൊതിയുന്നത് പോലെ, മേഘമേലാപ്പ് പൊതിയുന്നത് പോലെ, ആകാശം കൂടുകെട്ടി പൊതിയുന്നത് പോലെ കർത്താവിന്റെ കരുണ ഒരർഹതയുമില്ലാതെ പൊതിയുന്നു. ഒരർഹതയുമില്ല. അഭിമാനിക്കാൻ ഒരു ഒന്നുമില്ലാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ കരുണ നമ്മളെ പൊതിയുന്നു. ആയതിനാൽ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ കരുണയെ പ്രതി, കഴിവോർത്തല്ല, നന്മയോർത്തല്ല, അവന്റെ കരുണയോർത്ത് ആനന്ദിക്കാൻ കഴിയുന്ന ഹൃദയം ഭാഗ്യമുള്ളതാണ്. മറ്റൊന്നിലും ആഹ്ലാദിക്കരുത്, മറ്റൊന്നിലും ആശ്രയിക്കരുത്. കർത്താവിന്റെ കരുണയോർത്ത് സന്തോഷിക്കാം. ഒരർഹതയുമില്ലാതെ നീ എന്നെ താങ്ങിയേ, ഒരർഹതയുമില്ലാതെ നീ എന്നെ ഏറ്റെടുത്തേ. ഇതാണ് ആനന്ദം. കരുണയിലുള്ള ആനന്ദം ലോകത്തിന്റെ ദിവ്യാനന്ദമായി ഭവിക്കട്ടെ. ആമേൻ.